നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തിരൂർ ജില്ലാശുപത്രിയിലെ നിരക്ക് വർധനയിൽ പ്രതിഷേധം. ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗം, മോഷണം ആസൂത്രണം. ട്രെയിൻ വൈകി, PSC പരീക്ഷയ്ക്ക് എത്തിയവർക്ക് അവസരം നഷ്ടമായി. തിരുനാവായ UDF-ലെ തർക്കം ജില്ലാ നേതൃത്വം ഇടപെട്ട് പരിഹരിച്ചു. ലോക കത്തെഴുത്ത് ദിനം. സ്വന്തം കത്തുകളുമായി കുട്ടികൾ പോസ്റ്റ് ഓഫീസിലെത്തി. സ്വർണമാല കവർന്ന യുവാവിനെ പിടികൂടി. വിശദമായ വാർത്തകൾ. തിരൂർ ജില്ലാശുപത്രിയിൽ OP ടിക്കറ്റ് ഉൾപ്പെടെ ചികിത്സകൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് ചികിത്സകൾക്ക് നിലവിലുള്ളതിന്റെ ഇരട്ടി തുക ഈടാക്കാൻ തീരുമാനിച്ചത്. ഇതിനെതിരെ കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. രോഗികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ OP ടിക്കറ്റ്, ശസ്ത്രക്രിയ തുടങ്ങിയവയ്ക്കുള്ള തുക വർദ്ധിപ്പിക്കാനുള്ള നടപടി പിൻവലിക്കണമെന്ന് അംഗങ്ങളും വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു. നിലവിൽ 10 രൂപയുള്ള OP ടിക്കറ്റിന് ഒറ്റയടിക്ക് 20 രൂപയാക്കാനുള്ള തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് വിവിധ സംഘടനകൾ പറഞ്ഞു. എന്നാൽ ജില്ലാ ആശുപത്രികളിലെ സേവന ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായാണ് HMC യോഗത്തിന്റെ അത്യാഹിത വിഭാഗം OP ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. തിരൂർ നഗരത്തിലെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. ഭണ്ഡാരം കവർച്ച ഇവിടെയിരുന്ന് ആസൂത്രണം ചെയ്തു. ഇതിനിടെ ലഹരി ഉപയോഗിച്ചു. ശേഷം രാത്രിയിൽ ബൈക്കിൽ കറങ്ങി മോഷണം. തിരൂരിൽ ഭണ്ഡാര മോഷണം പതിവാക്കിയ സംഘം അവസാനം പിടിയിലായത് ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിച്ച 1500 രൂപയുടെ നാണയങ്ങൾ ഹോട്ടലിൽ നൽകിയതോടെയാണ്. തിരൂർ പൂങ്ങോട്ടുകുളത്തെ ഹോട്ടലിലെ ബില്ലിന് 1500 രൂപയുടെ നാണയങ്ങൾ നൽകിയതിൽ സംശയം തോന്നിയ ജീവനക്കാരനാണ് പോലീസിന് വിവരം നൽകിയത്. ഹോട്ടലിലെ CCTV പരിശോധിച്ചതോടെ പ്രതികളെക്കുറിച്ച് കൂടുതൽ തെളിവുകൾ ലഭ്യമായി. ഭണ്ഡാരങ്ങൾ തകർത്ത് 25,000 രൂപയോളം മോഷ്ടിച്ചതായി പ്രതികൾ സമ്മതിച്ചു. അന്നശ്ശേരി പള്ളിയിലെ CCTV-യിൽ പ്രതികളുടെ ചിത്രം പതിഞ്ഞിരുന്നെങ്കിലും ഹെൽമറ്റ് ധരിച്ചതിനാൽ കൂടുതൽ വ്യക്തമായിരുന്നില്ല. വാഹനമോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികൾക്ക് പങ്കുള്ളതായും പോലീസ് പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. തൃശൂരിൽ ഗുഡ്സ് ട്രെയിൻ തകരാറിലായതിനെ തുടർന്ന് ഏറനാട് എക്സ്പ്രസ് ട്രെയിനിൽ മലപ്പുറം ജില്ലയിലേക്ക് PSC പരീക്ഷ എഴുതാൻ എത്തേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടമായതായി പരാതി. ഇന്നലെ തൃശൂർ ജില്ലയിലെ PSC ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയുടെ അപേക്ഷകൾക്ക് മലപ്പുറം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു അപേക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിരുന്നത്. രാവിലെ 9-ന് തൃശൂരിൽ നിന്ന് പുറപ്പെട്ട 11:33-ന് തിരൂരിലെത്തേണ്ട ഏറനാട് എക്സ്പ്രസ് ട്രെയിനിനാണ് തൃശൂരിൽ നിന്നുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ടിക്കറ്റ് എടുത്തത്. നേരത്തെ തിരൂരിലും പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നതിനാൽ ഉദ്യോഗാർത്ഥികളും ഏറെ ആശ്വാസത്തിലായിരുന്നു. എന്നാൽ രാവിലെ തൃശൂർ ചിയ്യാരം പാലത്തിനടുത്ത് ഗുഡ്സ് ട്രെയിൻ തകരാറിലായതോടെ രാവിലെ തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട്ടേക്കുള്ള മുഴുവൻ ട്രെയിനുകളും വൈകിയതോടെ ഏറനാട് എക്സ്പ്രസ് ട്രെയിനും 2 മണിക്കൂറിലധികം വൈകി. ഇതോടെ തിരൂരിലെത്തി വിവിധ ഭാഗങ്ങളിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരേണ്ട ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. വെട്ടം ന്യൂസ്, തിരൂർ. UDF ജില്ലാ നേതൃത്വം ഇടപെട്ടതോടെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി തിരുനാവായയിലെ UDF-ലുണ്ടായ തർക്കം തൽക്കാലം തീർന്നു. ലീഗ് അംഗം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു.
അവസാനം 6 മാസം പ്രസിഡന്റ് സ്ഥാനം നൽകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയെ യോഗത്തിൽ അറിയിച്ചു. കൊട്ടാരത്ത് സൂറാബി രാജിവെച്ചതോടെ ഒഴിവുവന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് ജമാലിനെ മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചു. ഇതിനെ എതിർത്താണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. സ്വതന്ത്രയായി കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് ജയിച്ച സീനത്ത് പിന്നീട് ലീഗിൽ ചേർന്നതാണ് അവരെ എതിർക്കാൻ കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു. ഒഴിവ് വന്ന പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് നൽകണമെന്ന ആവശ്യവും മണ്ഡലം കമ്മിറ്റി ഉന്നയിച്ചു. വെട്ടം ന്യൂസ്, തിരുനാവായ. സെപ്റ്റംബർ 1 ലോക കത്തെഴുത്ത് ദിനവുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാവൂർ GMLP സ്കൂളിലെ കുട്ടികൾ സ്വന്തം മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരെഴുതിയ കത്തുകൾ അധ്യാപകരോടൊപ്പം ഇരിങ്ങാവൂർ പോസ്റ്റ് ഓഫീസിലെത്തി പോസ്റ്റ് ചെയ്തു. വിവിധ തപാൽ ഉരുപ്പടികൾ കുട്ടികൾ ആദ്യമായി കാണുകയായിരുന്നു. പാഠഭാഗത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ 25ഓളം വരുന്ന കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ദിനാചരണങ്ങൾ വെറും ചടങ്ങുകൾ മാത്രമായി നടത്താതെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ചാണ് സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപകൻ കെ ഷാജി, ക്ലാസ് അധ്യാപിക മോളി ടീച്ചർ, ബുഷറ ടീച്ചർ എന്നിവർ കുട്ടികളോടൊപ്പം അനുഗമിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. താനൂർ കാട്ടിലങ്ങാടിയിൽ നടന്നു പോകുകയായിരുന്ന സ്ത്രീയുടെ സ്വർണമാല കവർന്ന യുവാവിനെ പിടികൂടി. താനൂർ പണ്ടാരക്കടപ്പുറം സ്വദേശിയായ പൗരകത്ത് ഷംസുദ്ദീനെയാണ് പോലീസ് പിടികൂടിയത്. സ്വകാര്യ സ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി ചെയ്യുന്ന സ്ത്രീ ജോലിക്ക് പോകുന്നതിനായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാട്ടിലങ്ങാടി ഊട്ടി കോളനി റോഡിലൂടെ പോകവെയാണ് പിന്നിലൂടെ വന്ന മോഷ്ടാവ് സ്ത്രീയുടെ കഴുത്തിൽ കിടന്നിരുന്ന 2.5 പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ചത്. പൊട്ടിക്കുന്നതിനിടെ സ്ത്രീയുടെ കഴുത്തിന്റെ പിൻവശത്ത് പരിക്കുപറ്റിയിരുന്നു. സംഭവം നടന്നയുടനെ നാട്ടുകാർ സ്ഥലത്ത് സംശയാസ്പദമായ നിലയിൽ കണ്ട ഇയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല. പരാതിക്കാരി താനൂർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസും ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും മാല പൊട്ടിച്ച കാര്യം ഇയാൾ നിഷേധിക്കുകയായിരുന്നു. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും മറ്റും പരിശോധിച്ചതിലൂടെ ലഭിച്ച ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ തന്നെയാണ് മാല പൊട്ടിച്ചതെന്ന് വ്യക്തമായത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. വെട്ടം ന്യൂസ്, താനൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.